അടുത്ത പ്രോസസ്സാണ് എപ്പോമിക്സിസ്. എപ്പോമിക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. എന്നാൽ ഒരു ഫോം ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സെക്ഷൽ റീപ്രൊഡക്ഷനെ അനുകരിക്കുന്നുണ്ട്. ഇറ്റ് മിമിക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അനുകരിച്ചുകൊണ്ട് നടക്കുന്ന എസെക്ഷൽ റീപ്രൊഡക്ഷനാണ് എപ്പോമിക്സിസ്. അത് രണ്ടിൻ്റെയും ടൈപ്പ് ഒരു കോമ്പിനേഷൻ ഈ എപ്പോമിക്സിസിൽ വരുന്നുണ്ട്. മിക്സിസ് എന്ന് രണ്ട് ടൈപ്പ് ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു എസെക്ഷൽ റീപ്രൊഡക്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഗ്യാമെറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നില്ല. ഗ്യാമെറ്റുകൾ ഫ്യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇതിനെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ റീപ്രൊഡക്ഷനിൽ സീഡ്സ് ഫോം ചെയ്യുന്നത് കൊണ്ട് നമ്മളതിനെ സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുന്നു. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പോലെ സീഡ് ഫോം ചെയ്യുന്നുണ്ട്, എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പോലെ ഗ്യാമെറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നുമില്ല. അത് അങ്ങനത്തെ ഒരു ടൈപ്പ് പ്രോസസ്സാണ് എപ്പോമിക്സിസ്. സോ നമുക്ക് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതൊരു എസെക്ഷൽ റീപ്രൊഡക്ഷനെ പോലെയാണ്. എന്നാൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്? അതോടൊപ്പം തന്നെ ഇറ്റ് മിമിക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനെ അത് അനുകരിക്കുന്നുണ്ട്. ഒരു തരത്തിൽ പറയാൻ സാധാരണ റീപ്രൊഡക്ഷൻ്റെ ഒരു ഒന്നുകിൽ സെക്ഷൽ ഫോം അല്ലെങ്കിൽ സെക്ഷൽ ഫോം, ഈ രണ്ട് ഫോം ഓഫ് റീപ്രൊഡക്ഷനാണ് നമുക്കൊക്കെ അറിയുന്നത്. ഇത് സാധാരണ റീപ്രൊഡക്ഷൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. സെക്ഷൽ ആൻഡ് സെക്ഷലിൻ്റെ കോമ്പിനേഷൻ പോലത്തെ ഒരു ഫോം ഓഫ് റീപ്രൊഡക്ഷനാണ്. എന്താണ് സംഭവിക്കുന്നത്? അവിടെ സീഡ്സ് ആർ ഫോംഡ്. ഈ റീപ്രൊഡക്ഷനിൽ സീഡ്സ് ഫോം ചെയ്യുന്നു. സീഡ്സ് എപ്പോഴാണ് ഫോം ചെയ്യുക? സെക്ഷൽ റീപ്രൊഡക്ഷനിൽ സീഡ്സ് ഫോം ചെയ്യുകയും ചെയ്യും. അതെങ്ങനെയാണ്? വിത്തൗട്ട് ദ ഫ്യൂഷൻ ഓഫ് ഗ്യാമെറ്റ്. ഗ്യാമെറ്റ് ഫ്യൂസ് ചെയ്യുകയുമില്ല. ഗ്യാമെറ്റിൻ്റെ ഫ്യൂഷൻ ഇല്ലാതെ തന്നെ സീഡ്സ് ഫോം ചെയ്യുന്നു. സീഡ് ഫോം ചെയ്യുന്നത് കൊണ്ട് നമ്മളതിനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. ഗ്യാമെറ്റ്സ് ഫ്യൂസ് ചെയ്യാത്തത് കൊണ്ട് നമ്മളതിനെ എസെക്ഷൽ ഫോം ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയും. ഇതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ആസ്റ്ററേസിയ ആൻഡ് ഗ്രാസസ് അങ്ങനത്തെ പ്ലാന്റ്സുകളിലൊക്കെയാണ് കൂടുതലായിട്ട് എപ്പോമിക്സിസ് എന്ന് പറഞ്ഞ ഫോം ഓഫ് റീപ്രൊഡക്ഷൻ കാണുന്നത്. നമുക്ക് നോക്കാം അതിലെങ്ങനെയാണ് സാധാരണ എങ്ങനെയാണ് ഡിപ്ലോയിഡ് സെല്ലുണ്ടാവുന്നത്. എങ്ങനെയാണ്? രണ്ട് ഹാപ്ലോയിഡ് ഗ്യാമെറ്റുകൾ എൻ എന്നുള്ളതാണ് ഹാപ്ലോയിഡ് നമ്മൾ പറഞ്ഞു. സോ രണ്ട് എൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമെറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ടാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു 2n കണ്ടീഷനിലുള്ള ഒരു സൈഗോട്ട് ഉണ്ടാകുന്നത്. സോ ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഡിപ്ലോയിഡ് എക്സെൽ ഫോം ചെയ്യും. 2n കണ്ടീഷനിലുള്ള ഡിപ്ലോയിഡ് എക്സെൽ ഫോം ചെയ്യും. എങ്ങനെയാണ്? റിഡക്ഷൻ ഡിവിഷൻ കഴിയാണ്ട്. എന്തായിരുന്നു റിഡക്ഷൻ ഡിവിഷൻ? മിയോസിസ്. മിയോസിസ് അല്ലെങ്കിൽ ഗ്യാമെറ്റുകൾ ഫോം ചെയ്യുന്ന റിഡക്ഷൻ ഡിവിഷൻ ഇല്ലാതെ തന്നെ എന്ത് സംഭവിക്കും? ഡിപ്ലോയിഡ് എക്സെൽ ഫോം ചെയ്യും. എന്നിട്ട് ആ ഡിപ്ലോയിഡ് എക്സെൽ ഡെവലപ്പ് ചെയ്ത് ഒരു എംബ്രിയോ ആയിട്ട് മാറും. അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുകയില്ല. സോ ഫെർട്ടിലൈസേഷൻ നടക്കില്ല, റിഡക്ഷൻ ഡിവിഷൻ നടക്കില്ല. ഇതൊന്നുമില്ലാണ്ട് തന്നെ ഒരു ഡിപ്ലോയിഡ് എക്സെൽ എന്തായി മാറും? ഒരു എംബ്രിയോ ആയിട്ട് മാറും. നമ്മൾ പറഞ്ഞു ആസ്ട്രേസിയ ഗ്രാസസിലൊക്കെയാണ് ഇത് കാണുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഡിപ്ലോയിഡ് എക്സെൽ ന്യൂസെല്ലസ് ഓർമ്മയുണ്ട്. ന്യൂസെല്ലസ് നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എംബ്രിയോ സാക്കിലെ അതിന് നറിഷ്മെൻറ്റ് കൊടുക്കുന്ന ഒരു പാർട്ടായിരുന്നു. ഇൻഡഗ്യുമെൻറ്റിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന ഭാഗമായിരുന്നു ന്യൂസെല്ലസ്. ആ ന്യൂസെല്ലസ് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറും. ഈ ന്യൂസെല്ലസ് റിസർവ് ഫുഡുള്ള ഒരു ഡിപ്ലോയിഡ് പാർട്ടാണ്. ആ ഡിപ്ലോയിഡ് ബോഡി പാർട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറും. എംബ്രിയോ പിന്നെ ഒരു ഡിപ്ലോയിഡ് സീഡായിട്ട് മാറും. അവിടെ ഫ്യൂഷൻ ഓഫ് ഗ്യാമെറ്റ് നടക്കുന്നില്ല, ഫെർട്ടിലൈസേഷൻ നടക്കില്ല. സ്റ്റിൽ അവിടെ എന്ത് ഫോം ചെയ്യുന്നു? നമുക്കൊരു സീഡിനെ കിട്ടുന്നു. ഇതാണ് സോ എസെക്ഷലും സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ രണ്ട് ഫീച്ചേഴ്സും കമ്പൈൻ ചെയ്യുന്നത് കൊണ്ട് നമ്മളതിനെ എപ്പോമിക്സിസ് എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ എപ്പോമിക്സിസ് എന്ന് പറഞ്ഞ ഫോം ഓഫ് റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകത ഇത് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ എംബ്രിയോ. അതിൽ നിന്നുണ്ടാവുന്ന എംബ്രിയോ ഐഡൻറ്റിക്കൽ ടു ദ പാരൻ്റ് ആയിരിക്കും. ബിക്കോസ് അവിടെ എന്താ? ഫ്യൂഷൻ ഓഫ് ഗ്യാമെറ്റില്ല. ഗ്യാമെറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നില്ല, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. എന്നാലും സീഡ് ഫോം ചെയ്യുന്നുണ്ട്. എന്താണോ പാരൻറ്റിൻ്റെ ആ ക്രോമസോം കണ്ടീഷൻ അതേ ക്രോമസോം കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ഐഡൻറ്റിക്കൽ ടു ദ പാരൻ്റാണ് ഇതിൻ്റെ ഓഫ് സ്പ്രിങ്സിന് കിട്ടുന്നത്. അതായത് സീഡിന് കിട്ടുന്ന ആ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പാരൻറ്റിന് എന്തായിരുന്നു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അത് തന്നെയാണ് സീഡിന് കിട്ടുന്നത്. ബിക്കോസ് അവിടെ ഗ്യാമെറ്റുകൾക്ക് ഫ്യൂഷൻ നടക്കും. ഗ്യാമെറ്റുകൾ ഫ്യൂസ് ചെയ്താൽ മാത്രമേ രണ്ട് വേരിയേഷൻസ് കമ്പൈൻ ചെയ്ത് ഒരു പുതിയ ഒരു വെറൈറ്റി ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനെയില്ല. ഗ്യാമെറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നില്ല, ബട്ട് സീഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് സെക്ഷൽ റീപ്രൊഡക്ഷനെ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോമിക്റ്റിക് വഴി ഉണ്ടാകുന്ന സീഡുകളുടെ ജനറ്റിക് കണ്ടൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എംബ്രിയോ എന്നത് ഐഡൻറ്റിക്കൽ ടു ദ പാരൻറ്റിന് എന്തായിരുന്നോ ഉണ്ടായിരുന്ന ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ജനറ്റിക് ഐഡൻറ്റിറ്റി അത് തന്നെയാണ് അതിൻ്റെ എംബ്രിയോനും ഉണ്ടാവുക, അതായത് ഓഫ് സ്പ്രിങ്സിനും ഉണ്ടാവുക. ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് എപ്പോമിക്റ്റിക് സീഡുകളെ ഡെവലപ്പ് ചെയ്യാം? സോ എപ്പോമിക്റ്റിക് സീഡുകൾക്ക് ഹോർട്ടിക്കൾച്ചറൽ അഗ്രികൾച്ചറിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്.
സോ എപ്പോമെക്റ്റിക് സീഡുകൾ നമുക്ക് രണ്ട് തരത്തിൽ, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, നമ്മൾ മുമ്പ് പഠിച്ചത് തന്നെയാണ്. അത് നമുക്ക് ഒന്നും കൂടി നോക്കാം. ഈ കാറ്റഗറിയിലാണ് ഈ പറഞ്ഞ രണ്ട് പ്രോസസ്സും വരുന്നത്. സോ എപ്പോമെക്റ്റിക് സീഡ്സുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകളാണ്. ഒന്ന് പാർത്തനോജെനിസിസ്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഒന്ന് പാർത്തനോകാർപ്പി. അപ്പോൾ ഇത് രണ്ടും വരുന്നത് ഇതിൽ എപ്പോമിക്സിസിൻ്റെ കാറ്റഗറിയിലാണ്. സോ പാർത്തനോജെനിസിസ് നമ്മൾ പറഞ്ഞു സീഡ് ഡെവലപ്പ് ചെയ്യും. എങ്ങനെയാണ്? അൺഫെർട്ടിലൈസ്ഡ് ഫീമെയിൽ ഗാമറ്റ്. ഫീമെയിൽ ഗാമറ്റ് ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ സീഡ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലെങ്കിൽ ഫിനോമിനനാണ് പാർത്തനോജെനിസിസ് എന്ന് പറയും. അതുപോലെ തന്നെ വേറെ ഇതിലൂടെയും നമുക്ക് ഉണ്ടാവുന്ന സീഡിനെ നമ്മൾ എപ്പോമെക്റ്റിക് സീഡ് എന്ന് പറയും. അതുപോലെ അടുത്ത വേ എപ്പോമെക്റ്റിക് സീഡ് ഡെവലപ്പ് ചെയ്യാനുള്ള വേറൊരു വേ ആണ് പാർത്തനോകാർപ്പി. അതും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എങ്ങനെയാണ്? സീഡ്ലെസ് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നു. സോ ഫ്രൂട്ട്സിൽ സീഡ് ഉണ്ടാവില്ല. അതും എങ്ങനെയാണ്? അൺഫെർട്ടിലൈസ്ഡ് ഫ്ലവർ. ഫ്ലവറിൽ ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? അതിൽ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യണു. ആ ഫ്രൂട്ടിൽ സീഡ് ഒവ്യൂൾ ഉണ്ടാവില്ല. സോ സീഡ്ലെസ് ഫ്രൂട്ടുകൾ ഉണ്ടാവുന്നത് പാർത്തനോകാർപ്പി. ഇങ്ങനെയാണ് അൺഫെർട്ടിലൈസ്ഡ് ഫ്ലവർ. സോ ഈ രണ്ട് മെത്തേഡുകളിലൂടെ നമുക്ക് എപ്പോമെക്റ്റിക് സീഡുകളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും.